Welcome to BSc Complementary Physics Semester 4, 15th lecture. 15th lecture number 15th, class number 15th, Semester 4, BSc Complementary Physics, and this is the chapter Quantum Mechanics. Quantum Mechanics 4th lecture. And today we see Schrödinger equation TISC, that is time independent Schrödinger equation. Today's discussion is time independent Schrödinger equation. Independent Schrödinger equation, TISC. In the previous class, we studied time dependent Schrödinger equation. That is TDSC. Today in this class, we see what is called time independent Schrödinger equation. In short, we write as TISC. So let us see what is time independent Schrödinger equation. So the equation, as usual, we write the equation first. This is the time independent Schrödinger equation, and that is also known as steady state form of Schrödinger equation. Steady state form of Schrödinger equation, very important. Like TDSC, this is also very important. ഇതിൽ ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ വരണം ഷുവർ എസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വേണം പഠിക്കാനായിട്ട്. സ്റ്റഡി സ്റ്റേറ്റ് ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ആ ഷ്രോഡിഞ്ചർ രീതിക്ക് നോക്കി രണ്ട് കുത്തുവയുടെ മുകളിലുണ്ട് കേട്ടോ, അതാണ് ശരിയായ രീതി. സ്റ്റഡി സ്റ്റേറ്റ് ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ദ ടൈം ഇൻഡിപെൻഡന്റ് ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ഡെൽ സ്ക്വയർ സായി പ്ലസ് 2/h കട്ട് സ്ക്വയർ ഇ മൈനസ് വി സായി ഈസ് ഇക്വൽസ് 0. അതാണ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ ടൈം ഡിപ്പെൻഡന്റ് പഠിച്ചു. ഇത് ടൈം ഇൻഡിപെൻഡന്റ് എന്ന് കൊടുക്കണം. ഡെൽ സ്ക്വയർ സായി പ്ലസ് 2/h കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സായി ഈസ് ഇക്വൽസ് 0. ആ ഇക്വേഷൻ നോക്കുക, അതിനകത്ത് ടൈം വരുന്നേയില്ല, ടൈം ഒരിടത്തും നോക്കിയാൽ കാണത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ ടൈം ഇൻഡിപെൻഡന്റ്, ടൈമിനെ ആശ്രയിക്കാത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് ഇക്വേഷൻ യു നോ ദ ടേംസ് വേർ psi is the wave function, m is mass of particle, h/2π. എന്താണ് പേര് h/2πയുടെ? h കട്ടിൻ്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ 1.055 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡാണ്. എച്ച് കട്ടിനെ, എച്ച് ക്രോസിനെ, അത് h/2πക്ക് തുല്യമാണ്. അതിനെ റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. വാല്യൂ 1.055 ഇൻറ്റു 10⁻⁻34 ആണ്. Del square is del dot del is called a Laplacian operator, E total energy function, and V is the potential energy function. And now you see derivation. How will you derive it? Derivation. Here also we remember the wave function. Wave function in the form psi is equal to a raised to I/h dt minus px, that you remember. So derivation, the wave function in terms of energy and momentum of a particle is, അവിടെ അല്പം മിസ് ചെയ്തിട്ടുണ്ടെന്ന് ശരിക്കും തന്നെ. psi is equal to a raised to minus I/h ബ്രാക്കറ്റിനകത്ത്, അത് പവറാണ്, ബ്രാക്കറ്റിനകത്ത് et minus p into x. ആ p into x അവിടെ മിസ് ചെയ്തിട്ടുണ്ട്, അത് എഴുതി ചേർക്കണം. et മൈനസ് p into x ബ്രാക്കറ്റ് ക്ലോസ്ഡ്. എങ്ങനെ വേവ് ഫംഗ്ഷൻ? psi is equal to a raised to minus I/h ഇൻസൈഡ് ബ്രാക്കറ്റ് et മൈനസ് px, അത്രയും സംഖ്യ പവറാണ് ഇയുടെ. ഇക്വേഷൻ നമ്പർ 1. അതിനെ നമ്മൾ രണ്ടായി പിരിച്ചെഴുതും. അതായത് I/h അകത്തേക്ക് കൊടുക്കും, ബ്രാക്കറ്റിനകത്തേക്ക്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും psi is equal to a raised to minus I/h et പ്ലസ് പ്ലസ് വരും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് I/h px എന്ന് പറയും. അത് രണ്ട് ടേമായിട്ട് പിരിച്ച് പറയും. എങ്ങനെ പിരിച്ച് പറയും? a raised to m plus n is equal to a raised to m into a raised to n. ആ മോഡലിൽ നമ്മൾ പിരിച്ച് പറയുമ്പോൾ നമുക്ക് psi is equal to a raised to minus I/h et into e raised to I/h px. ആദ്യത്തെ ഇ റൈസ് ടു പവർ മൈനസ് ആണ്, രണ്ടാമത്തെ ഇ റൈസ് ടു പവർ പ്ലസ് ആണ്. നോക്കുക, psi is equal to
എ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കെട്ട് ഇ ടി ഇൻറ്റു ഇ റൈസ് ടു ഐ ബൈ എച്ച് കെട്ട് പി എക്സ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ ടൈമില്ലാത്ത ടൈം ഉണ്ടല്ലോ, ഇ റൈസ് ടു ഐ ബൈ എച്ച് കെട്ട് പി എക്സ്, ടൈമില്ലാത്ത ടൈം, അതിനകത്ത് ടൈമുണ്ട്. രണ്ടാമത് ഇയുടെ പവറിൽ ടൈമില്ല. അതിനെ നമ്മൾ ഒരു സൈസുകളെന്ന് വിളിക്കണം. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് ദ ടേം, ആ ടൈമില്ലാത്ത ടേം, ദ ടേം ഇ റൈസ് ടു 1 by h കട്ട് പി എക്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ ടി. വി പുട്ട് ദാറ്റ് ടേം എ ഇ റൈസ് ടു ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു പി എക്സ് ഇസിക്വൽ സൈസുകൾ. ആ ടൈമില്ലാത്ത ടേമിനെ സൈസുകൾ എന്ന് വിളിക്കണം. അപ്പോൾ സൈസുകൾ എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷനായിട്ട് മാറും. നമ്മളെന്താ ചെയ്തത്? ആ മുകളിൽ കാണുന്ന എക്സ്പ്രഷനിൽ എ ഉൾപ്പെടെ ചേർത്ത്, ആദ്യം കാണുന്ന എ ഉൾപ്പെടെ ചേർത്ത് എ ഇ റൈസ് ടു ഐ ബൈ എച്ച് കട്ട് പി എക്സിനെ സൈസുകൾ എന്ന് വിളിക്കും. സൈസുകൾ എന്ന് പറയുന്നത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷനാണ്, അതിനകത്ത് ടൈമില്ല. അത് മുകളിലോട്ട് കൊടുക്കുമ്പോൾ സൈ ഈസ് ഈക്വൽ ടു സൈ 0 ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇറ്റ് എന്ന് വരും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആര് നോക്കി, ഇപ്പോൾ ആരുടെ മുകളിൽ എ ഇ റൈസ് ടു ഐ ബൈ എച്ച് കട്ട് പി എക്സിനെ നമ്മൾ സൈസുകൾ എന്ന് വിളിക്കുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ മാറും? സൈ ഈസ് ഈക്വൽ ടു സൈ 0 ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി. അപ്പോൾ ഇവിടെ ഇക്വേഷൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് പോലെയാണ് സൈസുകൾ വരുന്നത്. സൈസുകൾ എന്ന് പറഞ്ഞാൽ ടൈമില്ലാത്ത ഒരു ഫംഗ്ഷനാണ് ഈ ആംപ്ലിറ്റ്യൂഡ് പോലെ വരുന്ന സൈസുകൾ. അത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ പഴയതുപോലെ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ടൈമിന് 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓർഡർ ഞാൻ മാറ്റുന്നുണ്ട് നിങ്ങൾ ഓർക്കാൻ വേണ്ടി. നമ്മൾ നേരത്തെ എക്സിന് 2 പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ ടൈമിന്, ഇവിടെ ടൈമിന് 1 പ്രാവശ്യം ചെയ്തിട്ട് എക്സിന് 2 പ്രാവശ്യം ചെയ്യാൻ പോകും. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു വെറൈറ്റിക്ക് വേണ്ടി കൊടുക്കുകയാണ്. നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് പഠിച്ചപ്പോൾ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് പി സ്ക്വയർ സൈ കാണാൻ പറഞ്ഞു, പിന്നെ ടൈമിന് 1 പ്രാവശ്യം. ഇവിടെ അത് തന്നെ, പക്ഷേ ഞാൻ ഒരു വെറൈറ്റിക്ക് നമ്മൾ ടൈമിന് ആദ്യം 1 പ്രാവശ്യം ചെയ്യും, പിന്നെ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ നോക്കൂ, നമ്മൾ ആദ്യത്തത് ടൈമിന് 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡോസ് ഐ ബൈ ഡോ ടി സൈസുകൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ ഇ റൈസ് ടുവിൻ്റെ പവർ ടൈമിൽ ടൈം ഒഴിച്ചുള്ളത് മുന്നിലോട്ട് വരും, മൈനസ് ഐ ബൈ എച്ച് ഡി മുന്നിലോട്ട് വരും. ബാക്കി ആ ഇയുടെ പവർ അതുപോലെ തന്നെ വരുമല്ലോ, ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി. അപ്പോൾ 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടൈമിന് ചെയ്യുമ്പോൾ നമുക്ക് ഡോസ് ഐ ബൈ ഡോ ടി ഇസിക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ഇൻറ്റു ബ്രാക്കറ്റിന് പുറത്ത് സൈ 0 ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി എന്ന് വരും. അത് ഇക്വേഷൻ നമ്പർ നമ്മൾ എത്ര വിളിക്കേണ്ടത്? 3 എന്ന് വിളിക്കും. ഇനി നൗ ഡിഫറൻഷിയേറ്റ്. അപ്പോൾ നമ്മൾ ടൈമിന് ഓർഡർ കഴിഞ്ഞു. ഇനി ആ ഇക്വേഷൻ 1നെ, നേരത്തുള്ള ഇക്വേഷൻ 1നെ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നൗ ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ നമ്പർ 2 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡോസ് ഐ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, അവിടെ പിന്നെ ടൈമുള്ള ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുമല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ, എക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി ആ കോൺസ്റ്റൻ്റ് അകത്ത് എഴുതി, പിന്നെ സൈസോറോ ഉള്ളത്, സൈസോറോ എക്സ് ഫംഗ്ഷനാണ്, അതുകൊണ്ട് അതിന് ഡോ സൈ 0 ബൈ ഡോ എക്സ് എന്ന് കൊടുക്കും. ഫർദർ ഡിഫറൻഷിയേറ്റിംഗ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ, ആ ടൈം അതിപ്പോൾ റിപ്പീറ്റ് ചെയ്യണം കോൺസ്റ്റൻറ്റ്. പിന്നെ ഡോ സൈ 0 ബൈ ഡോ എക്സ് എന്നുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ടൈം ഇവിടുത്തെ വേവ് ഫംഗ്ഷനെ നമ്മൾ എക്സിന് 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡോസ് ഐ ബൈ ഡോ ടി കണ്ടുപിടിച്ചു. അല്ല, ടൈമിന് 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡോസ് ഐ ബൈ ഡോ ടി കണ്ടുപിടിച്ചു. പിന്നെ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ പിന്നെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷോർട്ട് ഇക്വേഷൻ ഓർക്കുക. 1 ഡയമെൻഷൻ ഓർത്താൽ മതി. 1 ഡയമെൻഷനിൽ ടൈം ഡിപ്പെൻഡൻറ്റ് TDS ഓർക്കണം. അപ്പോൾ TDS വെച്ചിട്ടാണ് TISC കണ്ടുപിടിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച TDS ഇവിടെ റീറൈറ്റ് ചെയ്തിട്ടാണ് TISC കാണുന്നത്. So we know the time dependent Schrodinger equation is I h cut dou psi by dou t is equal to minus h cut square by 2m del square psi. ആ del square psi ക്ക് വരെ നമ്മൾ 1 ഡയമെൻഷൻ എഴുതുകയാണ്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് വി സൈ. 1 ഡയമെൻഷൻ എന്നുകൊണ്ടാണ് ഡെൽ സ്ക്വയറിന് പകരം ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ എന്ന് വന്നത്.
ഇക്വേഷൻ നമ്പർ 3. ആ ഇക്വേഷൻ നമ്പർ 3 ഒന്ന് ശരിക്കും കണ്ടോളാം കേട്ടോ. ഇവിടെ സൈഡ് വാല്യൂ ഇക്വേഷൻ നമ്പർ 1 നിന്നും ഡോ സൈഡ് വാല്യൂ ഇക്വേഷൻ നമ്പർ 3 നിന്നും ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയറിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 4 നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണ്? സൈഡ് വാല്യൂ ഇക്വേഷൻ നമ്പർ 2 നിന്നും ഡോ സൈഡ് വാല്യൂ ഇക്വേഷൻ നമ്പർ 3 നിന്നും ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയറിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 4 നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായിരിക്കും അടുത്ത സ്റ്റെപ്പിൽ പറയാൻ പോകുന്നത്. പുട്ട് ഇക്വേഷൻസ് 2, 3 ആൻഡ് 4 ഇൻ ഇക്വേഷൻ 5. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, ആ 3 ഇക്വേഷനും അതാതിൻ്റെ സ്ഥാനത്ത് കൊടുക്കണം. അപ്പോൾ കിട്ടുന്നത് എന്താണ്? മൈനസ് ഐ ബൈ എച്ച് കട്ട് ഡി സൈ 0 ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി ഇൻറ്റു ഐ എച്ച് കട്ട്, അതാണ് എൽ എച്ച് എസ്, ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇ റൈസ് ടു മൈനസ് 1 ബൈ എച്ച് കട്ട് ഡി ടി ഡോ സ്ക്വയർ ബൈ സൈ 0 ബൈ ഡോ സ്ക്വയർ പ്ലസ് വി സൈ 0 ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി എന്ന് വരും. അപ്പോൾ എല്ലായിടത്തും നമുക്ക് സൈ 0 ടേമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ഡിവൈഡിങ് ബൈ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി, ഓരോ ടേമിനെയും ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡിങ് ബൈ ആണ്, ഡിവൈഡ് ബൈ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി. അപ്പോൾ ആ ടേം കൊണ്ട് പോയിട്ട് ബാക്കിയുള്ളത് കാണാം. ബാക്കിയുള്ളത് ഇതാണ്, മൈനസ് ഐ ബൈ എച്ച് കട്ട് ഈ സൈ 0 ഐ എച്ച് കട്ട്, ഇപ്പുറത്ത് അത് പോകും മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2 ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ സ്ക്വയർ പ്ലസ് വി സൈ 0. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി കൊണ്ടാണ്. അതുകൊണ്ടാണ് ഓരോ ടേമിലും വെട്ടുന്നത്. പക്ഷേ എല്ലായിടത്തും സൈ 0 ഉണ്ടല്ലോ, എല്ലായിടത്തും 3 ടേമിലും സൈ 0 ഉണ്ട്. അപ്പോൾ സൈ 0 വെട്ടിക്കൂടാതെ ചോദിക്കാൻ ചില അങ്ങനെ ചോദിക്കുമായിരിക്കും. ഈ മാത്തമാറ്റിക്സ് ശരിക്കും പരിചയമില്ലാത്തവർക്ക് അങ്ങനെ ഒരു സംശയം വരും. ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്തതുപോലെ എല്ലായിടത്തും വരുന്ന സൈ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൂടെ എന്ന് ചോദിക്കാം. അപ്പോൾ അതിന് ഉത്തരം പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആർ എച്ച് എസിലെ ഫസ്റ്റ് ടൈം നോക്കിക്കുക, സമത്തിൻ്റെ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ടൈം നോക്കി, അവിടെ സൈ 0 ഉണ്ടെങ്കിലും ആ സൈ 0 കിടക്കുന്നത് ഡെറിവേറ്റീവിനകത്താണ് കിടക്കുന്നത്. ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ സ്ക്വയർ എന്നാണ് ഡെറിവേറ്റീവ് കിടക്കുന്നത്. കയറിയങ്ങ് വിട്ടാൻ പറ്റത്തില്ല, പുറത്തായിരുന്നു വിട്ടാമായിരുന്നു. അപ്പോൾ ഡെറിവേറ്റീവിന് ഉള്ളിൽ കിടക്കുന്ന സൈ 0 കയറി ക്യാൻസൽ ചെയ്യുന്നത് തെറ്റായ നടപടിയാണ്. അത് സൈ 0 പുറത്തായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സൈ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കെന്ത് കിട്ടും? ഇവിടെ ഒരു ഐ മൈനസ് ഐ അകത്തുണ്ട്, ഒരു ഐ പുറത്തുണ്ട്. ഗുണിക്കുമ്പോൾ മൈനസ് ഐ ഇൻറ്റു ഐ മൈനസ് ഐ സ്ക്വയർ ഈ എച്ച് വെച്ച് വെട്ടിപ്പോവും. സൈ 0 ഈക്വൽ ഇപ്പുറത്ത് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ സ്ക്വയർ പ്ലസ് ബി സൈ 0. ഈ മൈനസ് ഐ സ്ക്വയർ മൈനസ് 1 ആണല്ലോ. ഐ സ്ക്വയർ ഓർമ്മയുണ്ടല്ലോ, ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ മൈനസ് ഐ സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. 1 ഇൻറ്റു ഇ ആണ്. അപ്പോൾ ഈ സൈ 0 ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ, താഴെ ഡോ സ്ക്വയർ ആണ് കേട്ടോ, ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ സ്ക്വയർ. ആ ഡോ സ്ക്വയർ ഒന്ന് എഴുതി ചേർക്കണേ, ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ സ്ക്വയർ. അത് മുറിഞ്ഞു പോയി. ആദ്യയുടെയും മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ആർ എച്ച് എസിൽ ഇൻറ്റു ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ സ്ക്വയർ പ്ലസ് വി സൈ 0 എന്ന് വരും. ദാറ്റ് ഈസ് ഇനി എന്ത് ചെയ്യണമെന്ന് പറയാം? എല്ലാ ടേമും നമ്മൾ ആ സമത്തെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും. എല്ലാ ടേമുകളും സമത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. എൽ എച്ച് എസ്. അപ്പോൾ ഈ റൈറ്റിലോ ടേം എല്ലാം പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് കിട്ടും? ഈ സൈ 0 മൈനസ് വി സൈ 0 പ്ലസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും എല്ലാ ടേം. ഇനി ഈ അവസാനം കിടക്കുന്ന ടേം ആദ്യം എഴുതുക, എന്നിട്ട് മറ്റു രണ്ടും ഒരു കോൺ ഫാക്ടർ സൈ 0 എടുത്തെഴുതുക. അപ്പോൾ ദാറ്റ് ഈസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ സ്ക്വയർ പ്ലസ് ഇ മൈനസ് വി സൈ 0 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പം ഇത് 1 ഡയമെൻഷണൽ ഇക്വേഷനാണ്. നമുക്കെപ്പോഴും പറയേണ്ടത് 3 ഡയമെൻഷണൽ ഇക്വേഷനാണ് പറയേണ്ടത്. 3 ഡയമെൻഷൻ
3 ഡയമെൻഷനിൽ പറയാനായിട്ട് നമുക്ക് ഡോ സ്ക്വയർ സൈ 0 ബൈ ഡോ സ്ക്വയറിനെ ഡെൽ സ്ക്വയർ സൈ 0 കൊണ്ട് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഡോ സ്ക്വയർ ബൈ ഡോ സ്ക്വയറിനെ ഡെൽ സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എച്ച് കട്ട് സ്ക്വയർ ബൈ 2 ആം ഡെൽ സ്ക്വയർ സൈ 0 ഈസ് പ്ലസ് ഇ മൈനസ് വി സൈ 0 ഈക്വൽ ടു 0. ഇനി നമ്മൾ ആ എച്ച് കട്ട് സ്ക്വയർ ബൈ 2 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ അതിന് റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക ത്രൂ ഔട്ട്, മൾട്ടിപ്ലൈ ബൈ 2m ബൈ എച്ച് കട്ട് സ്ക്വയർ. ആ ഇക്വേഷൻ കംപ്ലീറ്റ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡെൽ സ്ക്വയർ സൈ 0 പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി സൈ 0 ഈക്വൽ ടു 0. അപ്പം ഇത് നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷോർട്ട് ഫോമിലായി. പക്ഷേ സൈ 0 ആണ് കിട്ടേണ്ടത്. സൈ 0 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് താഴെ കാണുന്ന പോലെയാണ് കിട്ടേണ്ടത്. ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി സൈ ഈക്വൽ ടു 0 എന്നാണ് കിട്ടേണ്ടിയിരുന്നത്. നമുക്ക് കിട്ടിയത് എന്താണ്? സൈ 0 ഡെൽ സ്ക്വയർ സൈ 0 പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി സൈ 0 ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. സൈ 0 എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷനാണ് സൈ 0. അപ്പോൾ ഇനിയാണ് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ഈ സൈ 0 എങ്ങനെ സൈ ആകും എന്ന് പറയാൻ പോവുകയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഇത് ടീച്ചേഴ്സിൻ്റെ മുഖത്ത് നിന്ന് കേട്ടാലേ മനസ്സിലാവുള്ളൂ. പുസ്തകം വായിച്ചാൽ പറഞ്ഞ് സംശയം വരും. അതായത് സൈ 0 എങ്ങനെ സൈ ആയിട്ട് മാറി. അതിനോട് പറയുന്നത് എന്താണെന്ന് അറിയോ? ലെറ്റസ് കോൾ സൈ 0 ആ സൈ. നമ്മൾ ഇത്രയും നേരം എഴുതിയ സൈ 0യെ ഇനി അങ്ങോട്ട് സൈ എന്ന് വിളിക്കുക. ഇതൊരു പുതിയൊരു സൈ ആണ്, നേരത്തെയുള്ള സൈ അല്ല എന്നർത്ഥം. ഈ സൈ 0യെ ഇനി കുറച്ച് നേരത്തേക്ക് മുമ്പ് സൈ എന്ന് വിളിക്കുക എന്ന് കരുതി ഇത് ആദ്യം വിചാരിച്ച സൈ അല്ല. അർത്ഥം ഇത്രയുള്ളൂ. ഒരേ പേരുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പം ജോസഫ് എന്ന് പറഞ്ഞ ഒരു ജോസഫേ ഉള്ളൂ, പല ജോസഫില്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞ സൈ ഒരാൾ, ഇപ്പം പറഞ്ഞ സൈ, ഈ സൈ 0യ്ക്ക് പകരമുള്ള സൈ വേറൊരാൾ എന്ന രീതി ചിന്തിക്കണം. ഇപ്പോൾ ഒരേ പേർ റാം തന്നെ പലതുണ്ട്. ആദ്യം പറഞ്ഞ ഒരു റാം, ഇപ്പം പറഞ്ഞ വേറൊരു റാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സൈ 0 നമുക്ക് സൈ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ടീച്ചേഴ്സ് പറയുന്നത് കിട്ടാൻ മനസ്സിലാകുള്ളൂ. അല്ലാതെ ചില വിചാരിക്കും ഈ സൈ 0 സൈ എങ്ങനെയാണ്, പൂജ്യം വെട്ടി കളഞ്ഞതാണോ എന്നൊക്കെ തോന്നും. അങ്ങനെയല്ല. ഇത്രയും നേരം പറഞ്ഞ ആ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ സൈ 0യെ ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് സൈ എന്ന് വിളിക്കാം. ജോസഫിനെ ജോസ് എന്ന് വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ജോസിനെ ജോസഫ് എന്ന് വിളിക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ ലെറ്റസ് കോൾ സൈ 0 ആസ് സൈ. ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദി ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷന് ഓപ്പറേറ്റർ ഫോം ഉണ്ട്. ഓപ്പറേറ്റർ ഫോം ഈ ടൈം ഡിപ്പെൻഡ് ആയാലും കൊള്ളാം, ടൈം ഇൻഡിപെൻഡൻ്റ് ആയാലും കൊള്ളാം. അതിന് ഓപ്പറേറ്റർ ഫോം ഉണ്ട്. ഈ ഓപ്പറേറ്റർ വെച്ച് എഴുതുന്നൊരു ഫോമുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്കും അതുപോലെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷനിലേക്കും പെട്ടെന്ന് വരാൻ പറ്റും. അതാണ് അടുത്ത് പറയുന്നത് ഓപ്പറേറ്റർ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓപ്പറേറ്റർ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അതെന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഓപ്പറേറ്റർ ഫോം നമ്മൾ വിശദമാക്കി പറയുന്നത് അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റർ എന്ന് ഓർത്തിരിക്കണം, ഓപ്പറേറ്റർ ഫോം എന്ന് ഓർത്തിരിക്കണം. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ മെക്കാനിക്സ് നടത്തുന്നത്. ഇതിനകത്ത് കുറേ ഓപ്പറേറ്ററാണ്. d/dx, ഡെൽ സ്ക്വയർ, പിന്നെ ഈ ഓപ്പറേറ്റർ, എച്ച് ഓപ്പറേറ്റർ, അങ്ങനെ കുറേ ഓപ്പറേറ്റർ ഉണ്ട്. ഇപ്പോൾ ഇൻറ്റു ഒരു ഓപ്പറേറ്ററാണ്, പ്ലസ് ഒരു ഓപ്പറേറ്ററാണ്, ഡിവിഷൻ ഒരു ഓപ്പറേറ്ററാണ്. ഓരോ ഓപ്പറേറ്റർ ഓരോ ധർമ്മമുണ്ട് നമുക്കറിയാം. ഇപ്പോൾ a+b 10+4 എന്ന് പറഞ്ഞാൽ ആരും 40 എന്ന് പറയത്തില്ലല്ലോ. കാരണം ആ പ്ലസിന് എന്താണ് ഓപ്പറേഷൻ നമുക്കറിയാം. അങ്ങനെ അനേകം ഓപ്പറേറ്റർ ഉണ്ട് മാത്തമാറ്റിക്സിൽ, ഈ ക്വാണ്ടം മെക്കാനിക്സിൽ. അപ്പം അങ്ങനെ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നതിന് ഓപ്പറേറ്റർ മെക്കാനിക്സാണ്. ഈ പ്ലസും മൈനസും ലോഗും അതുപോലെ തന്നെ d/dx, ഡെല്ല്, പിന്നെ ഹാമിൽട്ടൺ ഓപ്പറേറ്റർ, ലെപ്പളേഷൻ ഓപ്പറേറ്റർ, ഇങ്ങനെ ഒരുപാട് ഓപ്പറേറ്റർ വെച്ചുള്ള ഒരു മാത്തമാറ്റിക്സ് ആണ്, ഒരു മെക്കാനിക്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഇതിന് ഓപ്പറേറ്റർ ഫോം എന്ന് പറയും. ഓപ്പറേറ്റർ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇത് ഓപ്പറേറ്റർ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് എച്ച് സൈ ഇസ് ഇ സൈ
അങ്ങനെ ഇരിക്കുന്നുണ്ടോ? അത് അണ്ടർലൈൻ ചെയ്യണേ. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല, അണ്ടർലൈൻ ചെയ്യണം. എച്ച് സൈ സി സൈ, എച്ച് സൈ സി സൈ. അങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈയും വെട്ടിക്കളയാൻ പാടില്ല. അങ്ങനെയാണ്. എച്ച് സൈ സി സൈ എന്ന് പറഞ്ഞാൽ ഈ മാത്തമാറ്റിക്സ് കുറച്ച് പഠിച്ചവർക്ക് തോന്നും അത് സൈയും അപ്പുറം ഇപ്പുറം വെട്ടിപ്പോകത്തില്ല. അങ്ങനെ വിട്ടാൻ പാടില്ല. എന്താ കാരണം? ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് 2x നമ്മൾ എഴുതും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് 2x എന്ന് എഴുതും. അപ്പം അങ്ങനെ എഴുതിയിട്ട് പിന്നെ ഈ റൈറ്റ് സൈഡിലെ എക്സും എക്സ് സ്ക്വയറിലെ എക്സും വെട്ടിപ്പോയിട്ട് ഡി എക്സ് ബൈ ഡി എക്സ് 2 എന്ന് എഴുതുമോ? എഴുതാൻ പറ്റത്തില്ലല്ലോ. നോക്കിയേ, ഞാൻ എക്സാമ്പിൾ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്തുകൊണ്ട് ഇവിടെ എച്ച് സൈ ഈ സൈ എന്ന് എഴുതുമ്പോൾ സൈ വെട്ടിപ്പോകാത്തത്. അത് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ഡി സ്ക്വയർ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ ഉത്തരം? 2x. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പുറത്ത് 2x ഉണ്ട്. എക്സും വെട്ടിക്കൂടാതെ ഒരാൾ ചോദിച്ചു, അപ്പോൾ വെട്ടി വിചാരിച്ചു. അപ്പോൾ എന്താ ഒരു ഡി എക്സ് ബൈ ഡി എക്സ് നമുക്ക് 2 എന്ന് കിട്ടും. അത് ശരിയല്ലല്ലോ, ഡി എക്സ് ബൈ ഡി എക്സ് 1 അല്ലേ? അപ്പം അത് ആ ഒരു രീതിയാണ്. ഇപ്പോൾ 2x = 23 ആണെങ്കിൽ നോക്കൂ, 2x = 23 ആണെങ്കിൽ 2 × 2 വെട്ടാൻ പറ്റുമോ? ആ രീതിയിലുള്ള ഒരു കേസായിട്ട് കരുതിയാൽ മതി. എച്ച് സൈ സി സൈ ക്യാൻസൽ ചെയ്യത്തില്ല. അപ്പം ഇതിനെയാണ് ഓപ്പറേറ്റർ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടിനും, അതായത് ടി ഡി എസ് സിക്കും ടി ഐ എസ് സിക്കും ബാധകമാണ്. ഇതിൽ നിന്ന് നമുക്ക് ടി ഡി എസ് സിയും കാണാം, ടി എസ് സിയും കാണാം. അതെങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. വേറെ എച്ച് മീൻസ് എച്ച് ഓപ്പറേറ്റർ, എച്ച് ഓപ്പ് എന്ന് പറയും. എച്ച് ഓപ്പ്, ഒ പി വേണമെങ്കിൽ താഴെ എഴുതാം, എച്ചിന് താഴെ ചെറുതായിട്ട് എഴുതാം, സഫിക്സ് പോലെ. എച്ച് ഓപ്പ് ഇസിക്വൽ മൈനസ് h cut square by 2 del square plus v. Here psi is wave function and E is called energy eigenvalue. അപ്പോൾ നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നൊരു എനർജി ഐഗൻ വാല്യൂ എന്നാണ്. ഐഗൻ വാല്യൂ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എച്ച് ഈസ് ദി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. കണ്ടോ സ്പെല്ലിംഗ് ഉണ്ടോ? ഹാമിൽട്ടോണിയൻ, HIMILTONIAN, Hamilton operator. H is equal to minus h cut square by 2 on del square plus v. Psi is wave function, m is mass of particle, h is the reduced Planck's constant, and v is the potential energy function. So h psi is E psi. That is the operator form of Schrodinger equation. And how will you find the TDSC and TISC from this operator form? That we can see in the next class. That is all in this lecture. Thank you.